ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി നെഹമ്യാവ് 2-ാം അധ്യായം 17-ാം വാക്യം. നെഹമ്യാവ് 2:17. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എന്ന് പറയുന്നത്. നെഹമ്യാവ് അർത്ഥശഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. ഈ നെഹമ്യാവിലൂടെ ദൈവം യെരൂശലേമിന്റെ മതിലിനെ പുനർനിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുത്തുകയാണ്. അങ്ങനെ നെഹമ്യാവ് ആ യെരൂശലേമിൽ എത്തുമ്പോൾ അവിടെയുള്ള പ്രധാനികളോട് പറയുന്ന ഒരു കാര്യമാണ്, വരുവീൻ, നമുക്ക് യെരൂശലേമിന്റെ മതിൽ പണിയാം, അല്ലെങ്കിൽ അത് യെരൂശലേമിന്റെ അകത്തുള്ള പണികൾ തകർന്നു കിടക്കുന്നതിനെ പുനഃസ്ഥാപിക്കാം എന്നുള്ള ഒരു ആഹ്വാനമാണ് അവിടെ നെഹമ്യാവ് അവിടെയുള്ളവർക്ക് കൊടുക്കുന്നത്. ദൈവം നെഹമ്യാവിനെ ഉപയോഗിക്കുന്നത് യെരൂശലേമിന്റെ തകർന്നു കിടന്ന മതിലിനെ പുനർനിർമ്മിക്കുവാനാണ്. അങ്ങനെ ദൈവം ഈ നെഹമ്യാവിനിലൂടെ ഈ മതിലിനെ പുനർനിർമ്മിച്ചു. യെരൂശലേമിന്റെ തകർന്ന അവസ്ഥയെ പുനർനിർമ്മിക്കുന്ന അവസ്ഥ ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വചനങ്ങളിലുള്ള നമ്മൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, ദൈവം നെഹമ്യാവിലൂടെ തകർന്നു കിടന്ന യെരൂശലേമിന്റെ മതിൽ പണിയുന്നു. അപ്പോൾ മതിൽ എന്ന് പറയുന്നത് ഒരു പട്ടണത്തിന്റെ, ആ യെരൂശലേം പട്ടണത്തിന്റെ ചുറ്റിയിരിക്കുന്ന ഒരു കാര്യമാണ് മതിൽ എന്ന് പറയുന്നത്. ഈ മതിലാണ് യെരൂശലേമിനെ സംരക്ഷിക്കുന്നത്. ശത്രുക്കൾ അകത്ത് കടക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു വലിയ മതിൽ അവിടെ ഉണ്ട്. അതാണ് യെരൂശലേം മതിൽ എന്ന് പറയുന്നത്. അത് തകർന്നെങ്കിൽ അതിനെ നിർമ്മിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ദൈവം നെഹമ്യാവിനെ കൊണ്ടുവരുന്നത്. തകർന്നു കിടക്കുന്നതിനെ പണിതുയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. മതിൽ കാണിക്കുന്നത് എന്താണ്? അകത്തുള്ളതിനെ സംരക്ഷിക്കുന്നതാണ് മതിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തിന് മതിൽ എന്ന് പറയുന്നത് അത്യന്താപേക്ഷികമായ ഘടകമാണ്. പുറത്തുള്ളത് അകത്തേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം ആ ഒരു മതിലിലൂടെ അകത്തെ കാര്യങ്ങളെ സംരക്ഷിക്കുന്നതാണ് മതിൽ എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളെ വേർതിരിക്കുന്നതാണ്, അല്ലെ രണ്ട് സ്ഥലങ്ങളെ വേർതിരിക്കുന്നതാണ് മതിൽ എന്ന് പറയുന്നത്. ഈ യെരൂശലേമിന്റെ മതിൽ എന്ന് പറയുന്നത് അതിപ്രധാനമായിരുന്നു. ഈ തകർന്നു കിടക്കുന്ന യെരൂശലേമിന്റെ മതിലിനെ ദൈവൻ നെഹമ്യാവിലൂടെ പണിതുയർക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനുള്ള ആഹ്വാനമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നീട് നെഹമ്യാവ് ആ മതില് പണിതു ആ യെരൂശലേമിന്റെ തകർന്നു കിടക്കുന്ന അവസ്ഥയെ പുനർനിർമ്മിച്ചു. ഇവിടെയെല്ലാം നെഹമ്യാവിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശമെന്ന്, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥകളെ പുനർനിർമ്മിക്കുന്നതാണ്. തകർന്നതിനെ പുനർനിർമ്മിക്കുന്നവനായ ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തകർന്ന മതിലിനെ പുനർനിർമ്മിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ പല അവസ്ഥകളിലും തകർന്ന അവസ്ഥകളിൽ നിന്ന് നമ്മളെ പുനർസ്ഥാപിക്കുന്നവനാണ്, അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ ആ ഒരു നന്മയിലേക്ക് കൊണ്ടുവരുന്നതാണ്. തകർന്നതിനെ പണിതുയർത്തുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. നമുക്കറിയാം, നെഹമ്യാവിന് വളരെയധികം പ്രതികൂലമുണ്ടായിരുന്നു. സൻബല്ലത്തും തോബിയാവും അവിടെയുള്ള 1-2 പേരായിരുന്നു. അവരൊക്കെ ഈ മതിൽ പണിയുന്നതിനും അല്ലെങ്കിൽ യെരൂശലേമിനെ പുനർനിർമ്മിക്കുന്നതിനുമൊക്കെ എതിരായിരുന്നു, അല്ലെങ്കിൽ അവരൊരു പരിഹസിക്കുന്ന ഒരു അവസ്ഥയിൽ ഉള്ള ആൾക്കാരായിരുന്നു സൻബല്ലത്തും തോബിയാവും. എന്നാൽ പ്രതികൂലത്തെ മറികടന്ന് നെഹമ്യാവിലൂടെ ദൈവം ആ മതിൽ പണിയുന്നു. ജീവിതത്തിനകത്ത് തകർന്നു കിടക്കുന്നതിനെ പുനർനിർമ്മിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ചില ശത്രുശക്തികളുണ്ട്. ആ ശത്രുശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് വിജയം തരുന്നവനാണ്. തകർന്നു കിടക്കുന്നവനെ പണിയുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്.
തകർന്നു കിടക്കുന്ന മതിലിനെ പുനർനിർമ്മിക്കുന്നവനായ ദൈവം, തകർന്നതിനെ പുനർനിർമ്മിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഈ യെരുശലേമിന്റെ മതിൽ പണിയുന്നതിലൂടെ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥയെ പുനർനിർമ്മിക്കുവാനാണ്. ഒരു കുശവൻ കളിമണ്ണുകൊണ്ട് ഒരു പാത്രം മെനഞ്ഞെടുക്കുമ്പോൾ, അങ്ങനെ മെനഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ആ പാത്രം ഉണ്ടാകുന്ന സ്ഥാനത്ത് ആ കളിമണ്ണ് അത് കുഴച്ച് അതൊരു പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നാൽ ആ സ്ഥാനത്ത് ചിലപ്പോൾ കുശവൻ ആ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കളിമണ്ണ് ഉടഞ്ഞു പോയാൽ, ആ കളിമണ്ണിന്റെ ആ യഥാർത്ഥ പാത്രത്തിന്റെ ഷേപ്പ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് തകരുന്ന അവസ്ഥയിലേക്ക് വരും. എന്നാൽ ആ കുശവൻ അവൻ വീണ്ടും ആ തകർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ ആ ഉടഞ്ഞുപോയ കളിമണ്ണിന്റെ ആ പാത്രത്തിന്റെ ഷേപ്പിനെ വീണ്ടും ആ കുശവൻ പുനർനിർമ്മിച്ച് ഒരു പാത്രത്തിന്റെ ഷേപ്പാക്കി മാറ്റുന്നു. അങ്ങനെ തകർന്നു കിടന്നാലും കുശവൻ അറിയാം അത് എങ്ങനെ പുനർനിർമ്മിക്കണമെന്ന്. ഇവിടെ വരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് തകർന്നതിനെ പുനർസ്ഥാപിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കുശവൻ ആ കളിമണ്ണ് അതിൻ്റെതായ പാത്രത്തിന്റെ ഷേപ്പിൽ മെനഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് തകർന്നു പോയാൽ ആ കുശവൻ വീണ്ടും ആ കളിമണ്ണിനെ ആ യഥാർത്ഥ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് രൂപപ്പെടുത്തും. അങ്ങനെ അതിനെ ആ കുശവൻ ആ പാത്രത്തിന്റെ ഷേപ്പ് യഥാർത്ഥമായി വന്നു കഴിയുമ്പോൾ അതിനെ പുറത്തെടുത്ത് അതിനെ ഉണക്കി ഒരു നല്ല പാത്രമാക്കി മാറ്റും. തകർന്ന അവസ്ഥയെ നിർമ്മിക്കുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കുശവൻ അറിയാം, ഈ കളിമണ്ണ് കൊണ്ട് താൻ ആ പാത്രം മെനഞ്ഞെടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോയെങ്കിൽ കുശവൻ അത് കണ്ട് ഭയപ്പെടുകയില്ല, നിരാശനാകുകയില്ല. കാരണം കുശവൻ അറിയാം അത് എങ്ങനെ വീണ്ടും പണിഞ്ഞെടുക്കണമെന്ന്. കുശവൻ അറിയാം അതിന്റെ യഥാർത്ഥമായ ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് സകലതും അറിയുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കുശവന്റെ കയ്യിലെ ഒരു മൺപാത്രത്തിന് തുല്യമായ കളിമണ്ണ് പോലെയാണ്. ആ മനുഷ്യനെ ദൈവം മെനഞ്ഞെടുക്കും. അവനെ മെനഞ്ഞെടുക്കുമ്പോൾ അവന് ചിലപ്പോൾ തകർന്നു പോയേക്കാം. എന്നാൽ അവന്റെ ജീവിതം വീണ്ടും പണിത് ഉയർത്തുന്നവനാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അതൊരു കുശവനെ കാണിക്കുന്നത് ദൈവത്തെയാണ്. കളിമണ്ണ് എന്ന് പറയുന്നത് കുശവന് ഉപയോഗിക്കുന്നത് അതൊരു മനുഷ്യനെ ദൈവം മെനഞ്ഞ് അവന്റെ ജീവിതത്തിന്റെ എത്തേണ്ട സ്ഥാനത്തെത്തും. അവന്റെ ജീവിതത്തിനകത്ത് ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. കുശവൻ തൻ്റെ കളിമണ്ണിനെ മെനഞ്ഞ് അതിന്റെ ശരിയായ പാത്രത്തിന്റെ ഷേപ്പിലെത്തിക്കുന്നവനാണ് കുശവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം എന്ന് പറയുന്നത് തകർന്നതിനെ പുനർനിർമ്മിക്കുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. ജീവിതത്തിനകത്ത് ഒരു ഘടനയില്ലെങ്കിൽ അതിനെ ഒരു ഘടന ഉണ്ടാക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. കുശവൻ ആ കളിമണ്ണ് മെനഞ്ഞു കൊണ്ടുവരുമ്പോൾ അതിന് ആ പാത്രത്തിന്റെ ഘടന ഉണ്ടാക്കുന്നു കുശവൻ. കാരണം ആ ഘടനയിലൂടെയാണ് ശരിയായ ഒരു പാത്രം രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഘടനയില്ലാത്ത കളിമണ്ണിനെ ഘടന ഉള്ളതാക്കി മാറ്റുന്നവനാണ് ഒരു നല്ല കുശവൻ എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിനകത്ത് ഒരു ഘടനയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ മെനഞ്ഞ് ഘടനയുള്ളതാക്കുന്നവനാണ് ദൈവം. അപ്പോൾ തകർന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ തകർന്നതിനെ പുനർസ്ഥാപിച്ച് അതിനൊരു നല്ല ഘടന കൊടുത്ത് ഒരു നല്ല പാത്രമാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഒരു ഘടനയില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. എങ്ങനെ മുന്നോട്ട് പോകും? ജീവിതത്തിന്റെ പല മേഖലകളിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പക്ഷെങ്കിൽ ഒരു ഘടനയില്ലാത്ത അനുഭവത്തിലേക്ക് ഇരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ പ്രതികൂലം മാറും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത ഒരു കഠിനമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഘടനയില്ലാത്ത ജീവിതത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ കുശവൻ അതിനൊരു ഘടന ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ മെനഞ്ഞ് ദൈവം ഒരു ഘടന ഉണ്ടാക്കി തരും. അങ്ങനെ ഒരു നല്ല ഒരു പാത്രം കുശവൻ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരു നല്ല ഘടനയുള്ള അനുഭവത്തിൽ, വിജയത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്.
യെരുശലേമിന്റെ തകർന്നു കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ശരിയല്ലാത്ത അവസ്ഥയാണ്. മതിൽ ഇല്ലെങ്കിൽ പുറത്തുള്ളതെല്ലാം അകത്തു കടക്കും. യാതൊരു സംരക്ഷണവും ഇല്ലാത്തൊരവസ്ഥയിൽ കിടക്കും. എന്നാൽ നെഹമ്യാവിലൂടെ തോബിയാവിന്റെയും സൻബല്ലത്തിന്റെയും പ്രതികൂലങ്ങളെ മറികടന്നുകൊണ്ട് ദൈവം നെഹമ്യാവിലൂടെ ആ മതിൽ പണിഞ്ഞെടുക്കുന്നതാണ്. തകർന്നു കിടന്ന ആ മതിലിനെ ദൈവം പണിതെടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയെയും പ്രതികൂലങ്ങളെ മറികടന്നുകൊണ്ട് നമ്മളെ വിജയത്തിന്റെ അവസ്ഥയിൽ എത്തിക്കും. തകർന്നു കിടക്കുന്നവനെ പണിയുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഘടനയില്ലാത്ത ജീവിതത്തിന്റെ അവസ്ഥയെ ഘടനയുണ്ടാക്കുന്നതാണ് ദൈവം. ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിന്റെ തകർന്ന മേഖലകളെ, ഘടനയില്ലാത്ത മേഖലകളെ അതിനെ വാർത്ത് ഒരു നല്ല വിജയത്തിന്റെ അനുഭവമാക്കുന്നതാണ് നമ്മുടെ ദൈവം. അതിന് സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. തകർന്നു കിടന്ന സകല അവസ്ഥകളെ പുനർസ്ഥാപിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സകല പ്രതികൂലങ്ങളെയും മറികടന്നുകൊണ്ട് രാജാവിന്റെ ശക്തിയോടെ നെഹമ്യാവ് ആ മതിൽ പണിഞ്ഞു, യെരുശലേമിനെ പുനഃസ്ഥാപിച്ചു. യെരുശലേമിന്റെ തകർന്ന അനുഭവത്തെ പുനഃസ്ഥാപിച്ചു. തന്റെ ഭക്തന്മാരുടെ ദേശം എന്ന് പറയുന്ന ദൈവം നശിപ്പിക്കുന്നതല്ല. ഒരു ദേശത്ത് ഭക്തന്മാരുണ്ട്. ആ ദേശത്തിന്റെ ഉള്ള ഭക്തന്മാർ ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞാൽ ദൈവം ആ ദേശത്തെ വിടുവിച്ച് യെരുശലേമിനെ വീണ്ടും പണിഞ്ഞതുപോലെ നമ്മളുടെ ദേശത്തെ ദൈവം വീണ്ടും പണിയും. നമ്മുടെ ദേശത്തിനകത്ത് ഏതെങ്കിലും തകർന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെ പുനർനിർമ്മിച്ച് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, ദേശത്തിലുള്ളവർ ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ, ദേശത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഒരു തകർച്ചയുണ്ടെങ്കിൽ അതിനെ പുനർനിർമ്മിക്കുന്നതാണ് ദൈവം. ഈ ദൈവം യെരുശലേം പട്ടണത്തിനെ പുനർനിർമ്മിച്ച് അതിന്റെ മതിലുകളെ പുനർനിർമ്മിക്കുമ്പോൾ തകർന്നതിനെ പുനർനിർമ്മിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദേശത്തിന് പോലും അനുഗ്രഹം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ ദൈവം നമ്മളെ വഴി നടത്തും. കുശവൻ തകർന്നു കിടക്കുന്നതിനെ പണിഞ്ഞ് അതിൻ്റെ യഥാർത്ഥമായി ഷേപ്പിലാക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയെ മെനഞ്ഞ് ഒരു നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ പുനഃസ്ഥാപിച്ച് ആ നിത്യമായ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഈ യേശുവിനെ നമ്മൾ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് അവന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏത് മേഖലയും തകർന്ന അവസ്ഥയെ പുനർനിർമ്മിക്കുന്നവനാണ് ദൈവം എന്ന് പറയും. ഈ ദൈവത്തെ നമ്മൾ അടിയുറച്ച് മുന്നോട്ട് നമ്മുടെ ദേശത്തിന്റെ ഏതെങ്കിലും തകർന്ന അവസ്ഥയുണ്ടെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ തകർന്ന അവസ്ഥയെ, യെരുശലേമിന്റെ തകർന്ന അവസ്ഥയെ വിടുവിച്ചതുപോലെ നമ്മുടെ ദേശത്തെ പോലും വിടുവിക്കുന്നവനാണ് ദൈവം എന്ന് പറയും. ദൈവത്തിലുള്ള അത്യന്താപേക്ഷികമായ വിശ്വാസമാണ് മനുഷ്യന് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ കാണുന്നത്, യെരുശലേമിന്റെ മതിലുകളെ പുനർനിർമ്മിച്ച ദൈവം നമ്മുടെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥയെ പുനർനിർമ്മിക്കും. കുശവൻ തന്റെ കളിമണ്ണുകൊണ്ട് പാത്രം മെനഞ്ഞെടുക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഘടനയില്ലാത്ത മേഖലകളെ ഒരു നല്ല ഘടനയുള്ളതാക്കി മാറ്റി ഏറ്റവും നല്ല അനുഗ്രഹത്തിലേക്ക് നമ്മെ മാറ്റി നമ്മളെ വിജയത്തിലേക്ക് ആക്കും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ നെഹമ്യാവിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.